ഏവർക്കും നമസ്കാരം. റാപ്പർ വേടൻ നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒരു ചെറുപ്പക്കാരനാണ്. കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത റാപ്പർ വേടനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും, ഇവരിൽ ആരാണ് ഭേദം? ഈ ഒരു കമ്പാരിഷൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 350 വിമത വൈദികരാണോ, കഞ്ചാവ് കേസിൽ പ്രതിയായ റാപ്പർ വേടനാണോ, ആരാണ് ഭേദമെന്ന് എന്നോട് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ സാധിക്കും, റാപ്പർ വേടൻ തന്നെയാണ് ഭേദം. അത് കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിലല്ല. എറണാകുളത്തെ വിമത വൈദികരെയും റാപ്പർ വേടനെയും ഇന്നലത്തെ കോടതിയിൽ റാപ്പർ വേടന്റെ മൊഴികളിൽ പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് എറണാകുളത്തെ 350 വൈദികരിൽ നിന്നും റാപ്പർ വേടനെ വ്യതിരക്തനാക്കുന്ന ഒരു സത്യം ഉള്ളത്. 2025 മെയ് മാസം 2-ാം തീയതി, അതായത് ഇന്നലെയാണ് റാപ്പർ വേടന് കോടതി ജാമ്യം അനുവദിച്ചത്. റാപ്പർ വേടൻ എന്ന് പറയുന്ന യുവ മനസ്സുകളുടെ വികാരമായ ചെറുപ്പക്കാരനെയും എറണാകുളത്തെ 350 വിമത വൈദികരെയും കമ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക്, സാംസ്കാരിക കേരളം എന്ന് വാതോരാതെ പ്രസംഗിക്കുന്ന, മനുഷ്യന്റെ തൊലി നിറത്തെ ഉളുപ്പില്ലാതെ കീറിമുറിക്കുന്ന അഹങ്കാരികൾ വസിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ മണ്ണിന്റെ നിറവും മണവുമുള്ള കാടും പുഴകളും താഴ്വാരങ്ങളും പ്രകൃതിയും പകർന്നുകൊടുത്ത സംഗീതത്തിന്റെ അറിവിന്റെ കാണാപ്പുറങ്ങൾ കവിതകളായി തന്റെ നൊമ്പരങ്ങളായി പടർത്തിവിടുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരുടെ സമൂഹവും പൊതുസമൂഹവും അത് ഏറ്റെടുക്കുന്നുവെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ സമൂഹത്തിന്റെ ആവേശത്തിന്റെ വാക്കുകൾ 4 ദിക്കുകളിൽ തട്ടി പ്രകമ്പനം കൊണ്ട് അവസാനിക്കേണ്ടതല്ല എന്നോർമ്മപ്പെടുത്തുന്നു വേടൻ എന്ന ചെറുപ്പക്കാരൻ. അവർ മുന്നോട്ട് വയ്ക്കുന്ന അറിവിന്റെ മുറിവിന്റെ നൊമ്പരങ്ങളെ കീറി മുറിച്ച് പാവപ്പെട്ടവൻ അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്താതെ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെ കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളാക്കി വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്താനുള്ള ബാധ്യത കേരളത്തിലെ മാനവ സമൂഹത്തിനുണ്ട്. ഒരുപക്ഷെ വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ സംഗീത വിസ്മയങ്ങൾ കാണുമ്പോൾ, ഷോകൾ കാണുമ്പോൾ, ആർത്തു വിളിക്കുന്ന 10,000-കണക്കിന് ആളുകളുടെ മുമ്പിൽ വേടൻ ഒരു പ്രതിഭാസമായി ആടിത്തിമർക്കുമ്പോൾ, ഒരൊറ്റ വാക്കുകൾ കൊണ്ട്, ഒരു പാട്ടുകൾക്ക് പോലും ലക്ഷക്കണക്കിന് ആളുകളെ ശാന്തരാക്കാൻ ഇന്ന് വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കഴിയുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ അത് നോക്കി നിൽക്കുന്ന കാണികൾക്ക്, സോഷ്യൽ മീഡിയയിലൂടെ വായിച്ചെടുക്കുന്ന പൊതുസമൂഹത്തിന് ഒരുപക്ഷെ കൈവിട്ടു പോയേക്കുമെന്നോ, അതിരുകിടക്കുന്ന ആവേശങ്ങൾക്ക് കൂച്ചുവിലങ്ങിടണമെന്ന് മാനവ സംസ്കാരമില്ലാത്ത ഏതെങ്കിലും ആളുകൾ മുറവിളി കൂട്ടുന്നുവെങ്കിൽ, തിരുത്തലുകൾ കൊണ്ടുവരാൻ, സമൂഹത്തിൽ സ്വാധീനം സൃഷ്ടിക്കുവാൻ കഴിവും കെൽപ്പുമുള്ള ചെറുപ്പക്കാരെ, അവൻ കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും, അവന്റെ ഭക്ഷണം കാട്ടുപച്ച പുല്ലാണെങ്കിലും, അവനിലെ നന്മകൾ തിരിച്ചറിഞ്ഞ് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുതിയ പാഠങ്ങൾ രചിക്കാൻ പ്രാപ്തനാക്കി കൂടെ നിർത്തുന്നതിലാണ് കേരള സമൂഹം ഇനി വളരേണ്ടത്. ഇന്നലെ കോടതി വേടൻ എന്ന ചെറുപ്പക്കാരന് ജാമ്യം അനുവദിക്കുമ്പോൾ, തന്റെ കേസ് കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ, ജഡ്ജി ചോദിച്ച ചോദ്യങ്ങൾക്ക് മുമ്പിൽ വളരെ ആത്മാർത്ഥതയുള്ള ഭാഷയിൽ തന്റെ വാക്കുകളിൽ കറയില്ലെന്ന്, മാലിന്യമില്ലെന്ന്, സത്യസന്ധതയുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടും വിധം തനിക്ക് തെറ്റുപറ്റിയെന്നും താൻ ചെയ്യാൻ പാടില്ല എന്നും, ചെയ്തത് വലിയ അപരാധമായി പോയി എന്നും, ഇനി ഒരിക്കലും താൻ ആ തെറ്റ് തൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കില്ല എന്നും കോടതിക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞു. കഞ്ചാവ് എൻ്റെ കൂട്ടുകാരൻ എനിക്ക് തന്നതാണ്, പുലിനഖം എൻ്റെ ഒരു ആരാധകൻ എനിക്ക് സമ്മാനിച്ചതാണ്, എനിക്ക് തെറ്റുപറ്റി, എന്നെ പോലെ ഒരാൾക്ക് തെറ്റുപറ്റാൻ പാടുള്ളതല്ല എന്ന ഒരു ചെറുപ്പക്കാരന്റെ തിരിച്ചറിവ്, പശ്ചാത്താപത്തിന്റെ, അനുതാപത്തിന്റെ, കുറ്റബോധത്തിന്റെ വാക്കുകൾ ഇന്നലെ കോടതിയിൽ ജാമ്യമായി അവന് പരിണമിച്ചു. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കർത്താവിന്റെ പേര് പറഞ്ഞു നടക്കുന്ന, ക്ഷമയും സാഹോദര്യവും അനുതാപവും മനസ്താപവും കുറ്റബോധവും ഒക്കെ വാതോരാതെ പ്രസംഗിക്കുന്ന, അത് പള്ളികളിൽ ഉളുപ്പില്ലാതെ വിളമ്പുന്ന എറണാകുളത്തെ 350 വിമത വൈദികർക്കിടയിൽ വേടൻ എന്ന ഒരു ചെറുപ്പക്കാരന്റെ അനുതാപം തിരിച്ചറിവാകുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഫ്രാൻസിസ് പാപ്പായുടെ കൽപ്പനകളെ പോലും ധിക്കരിച്ച്
കർത്താവിന്റെ പരിശുദ്ധ കുർബാനയെ പോലും നിന്ദിച്ച് ആഭിചാര കുർബാനകൾ നടത്തി അനുസരണമില്ലാതെ തെറ്റുകൾ ചെയ്ത് കൂട്ടിക്കൂട്ടി കുറ്റബോധമില്ലാതെ തെല്ലും അനുതാപമില്ലാതെ വെള്ളയടിച്ച കുഴിമാടങ്ങളെ പോലെ ജീവിച്ചു പോകുന്ന 350 വിമത വൈദികർക്കിടയിൽ അവരുടെ മുഖത്ത് കൊടുത്ത അടിയാണ് കോടതിയിൽ വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ അനുതാപത്തിന്റെ വാക്കുകൾ. എനിക്ക് തെറ്റുപറ്റി, എന്നെ പോലെ സമൂഹത്തിന്റെ മുമ്പിൽ, എന്റെ പാട്ടുകൾ ഏറ്റെടുക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ പോലെ ഒരു ചെറുപ്പക്കാരന് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റ് ഞാൻ ചെയ്തു, എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഇനി ആ തെറ്റ് ചെയ്യുകയില്ല. 4 വർഷക്കാലം സഭയെ മുഴുവൻ പീഡിപ്പിച്ച് കർത്താവിനെ വേദനിപ്പിച്ച എറണാകുളത്തെ ഒരു കത്തനാർമാർക്ക് പോലും അവർ ചെയ്തത് തെറ്റാണെന്ന്, ഇനി ആ തെറ്റവർ ആവർത്തിക്കില്ല എന്ന് പറയാൻ സാധിക്കാത്ത വൈദികരുടെ മുഖത്ത് കൊടുത്ത അടിയാണ് വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ വാക്കുകൾ. ആത്മാർത്ഥതയുള്ള വാക്കുകൾ. തെറ്റുപറ്റുക സ്വാഭാവികം. തെറ്റുപറ്റിയാൽ അനുതാപം ഉണ്ടാകുക, പശ്ചാത്തപിക്കുക, കുറ്റബോധം തോന്നുക എന്നതൊക്കെ ഒരു കൃപയാണ്. ആ കൃപ വേടൻ എന്ന ചെറുപ്പക്കാരനെ പോലെ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ട 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞ വേടന് അത് കിട്ടിയെങ്കിൽ എറണാകുളത്തെ 350 വിമത വൈദികരുടെ മനസ്സിൽ ലഭിക്കാത്ത ആ പശ്ചാത്താപത്തിന്റെ നൊമ്പരം അത് വേടൻ എന്ന് പറയുന്ന പയ്യന് കിട്ടിയെങ്കിൽ അതാണ് പരിശുദ്ധാത്മാവിന്റെ കൃപ. എറണാകുളത്തെ വിമത വൈദികർക്കില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ കൃപ. അനുതാപമില്ലാത്ത, പശ്ചാത്താപമില്ലാത്ത, തെറ്റ് ചെയ്തിട്ടും കുറ്റബോധം ലവലേശം പോലുമില്ലാത്ത ഒരു കുടുംബത്തിൽ കഴിയുന്നതോ ഒരു സമൂഹത്തിൽ കഴിയുന്നതോ ജീവിക്കുന്നതോ ആണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു ശാപം. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, അനുതാപത്തിലൂടെ തിരിച്ചു കയറിയ ഒരു വ്യക്തിയാണ് ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ്. അനുതാപത്തിലൂടെ തിരിച്ചു കയറിയ വേടൻ നാളെ സമൂഹത്തിൽ അനേകം ചെറുപ്പക്കാർക്കൊരു ആവേശമാകും. വേടന്റെ വാക്കുകൾ ആത്മാർത്ഥമെങ്കിൽ, കറയില്ലാത്തതെങ്കിൽ നാളെ വേടൻ ഒരു ആവേശമായിരിക്കും. തിരിച്ചറിവോടെ തെറ്റുകൾ തിരുത്തിയ റാപ്പർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. റാപ്പർ വേടൻ നൽകുന്ന ഉണർത്തുപാട്ട് എറണാകുളത്തെ വിമത വൈദികർക്ക് അവരുടെ തലമണ്ടയിൽ വെളിച്ചം കയറാൻ ഇടയാകുന്നെങ്കിൽ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു.